ഞാൻ അന്നേ പറഞ്ഞതല്ലേ വി ഡി സതീശൻ കാവി ട്രൗസർ ഇട്ട ഒരു വ്യക്തിയാണ് എന്നുള്ളത്. അന്ന് പല ആളുകളും കമന്റ് ബോക്സിൽ വന്ന് തെറി വിളിക്കുന്നത് ഞാൻ കണ്ടു. നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അടിമകളായി തുടരുന്നിടത്തോളം കാലം വി ഡി സതീശൻ ഇങ്ങനെ തന്നെ തുടരും. മൃദുത്വമായിട്ടുള്ള സംഘികളോടുള്ള ഈ ഒരു താല്പര്യമുണ്ടല്ലോ, അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. കാരണം ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒരു പക്ഷേ ഈ സംഘപരിവാറിനെ കൊണ്ട് കഴിയുമെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഇനി കേരളം കൂടിയേ പിടിച്ചെടുക്കാനുള്ളൂ എന്നവർ പറയുന്നത് ചുമ്മാതൊന്നുമല്ല. അവരത് പിടിച്ചെടുക്കുമെന്നും 10 വർഷം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് വി ഡി സതീശനിലൂടെ ഞങ്ങൾ നേടിയെടുക്കുമെന്ന് പറഞ്ഞതും നമ്മൾ കേട്ടതാണ്. ഇനി നമുക്ക് കുറച്ച് വാർത്തകളിലൂടെ കടന്നാലോ. ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നു നമ്മുടെ സതീശനെ കുറിച്ച്. RSS പ്രവർത്തിക്കുന്നത് RSSകാരന് BJP ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. RSSന് കോൺഗ്രസ് ആയാലും മതി. RSSന്റെ ആഗ്രഹം നടന്നാൽ മതി. നരസിംഹറാവു RSSകാരനായിരുന്നില്ല, ആയിരുന്നോ? അല്ല. RSSകാരനല്ലാത്ത നരസിംഹറാവു ഇരിക്കുമ്പോഴാണ് ബാബരി മസ്ജിദ് പൊളിക്കപ്പെട്ടത്. അതേസമയം വാജ്പേയി ഇരുന്നപ്പോ പൊളിച്ചില്ല. വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നല്ലോ, ബാബരി മസ്ജിദ് പൊളിച്ചില്ല. RSSകാരനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം പറഞ്ഞ സന്ദീപ് വാര്യരെ പോലെയാണ് കോൺഗ്രസിനകത്ത് കയറി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സതീശന്റെ മനസ്സും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സതീശും RSS, അവന്റെ മനസ്സ്, സതീശന്റെ മനസ്സ് RSS വൽക്കരിക്കപ്പെട്ടാൽ മതി. RSSന് RSS ഡയറക്ടർ ശാഖയിൽ പോയി RSS ആവണമെന്നില്ല. RSSന്റെ താല്പര്യം സംരക്ഷിച്ചാൽ മതി. ഇത് തന്നെയാണ് റാവു സംരക്ഷിച്ചത്. ഇത് തന്നെയാണ് കേരളത്തിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്, മുസ്ലിം ലീഗിനോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ UDF കൂട്ടുപിടിച്ചുകൊണ്ട് അധികാരത്തിൽ ഏറിയല്ലോ, പക്ഷെ നിങ്ങൾക്ക് 8ന്റെ പണി തരുന്ന BJP കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സംശയമുണ്ടെങ്കിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വന്നൊരു വാർത്ത. സതീശൻ പങ്കെടുത്തതിന്റെ ചിത്രങ്ങൾ RSS പുറത്തുവിട്ടു. തിരഞ്ഞെടുപ്പ് വിജയിക്കാൻ RSSന്റെ സഹായം സതീശൻ തേടിയിട്ടുണ്ടെന്ന് സംഘ് പരിവാർ നേതാവ് RV ബാബു ഫേസ്ബുക്കിൽ കുറിച്ചു. പങ്കെടുത്ത ചിത്രങ്ങൾ RSS പുറത്തുവിട്ടത്. ഭാരതീയ വിചാരകേന്ദ്രം സംഘടിപ്പിച്ച പരിപാടിയിൽ സതീശൻ സംസാരിക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നത്. RSSും വിചാരകേന്ദ്രവും തമ്മിലുള്ള ബന്ധം സതീശൻ അറിയാൻ പാടില്ല എന്നാണ് RSS നേതാവ് സദാനന്ദൻ മാസ്റ്റർ ഫേസ്ബുക്കിലൂടെ ചോദിക്കുന്നത്. കാലങ്ങളായിട്ട് ആ ട്രൗസർ ഇട്ടിട്ടാണ് ആള് നടക്കുന്നത്. ഇതൊന്നും കൂടാതെ മുസ്ലിം ലീഗിനെ കുറിച്ച് രമേശ് ചെന്നിത്തല പറഞ്ഞൊരു ഡയലോഗും കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. മുസ്ലിം ലീഗുമായി കൂട്ടുകൂടുന്നതിനെതിരെ ഏറ്റവും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം. അന്ന് മലബാറിൽ 2-3 സീറ്റ് മുസ്ലിം ലീഗിന് കൊടുക്കുന്നത് ഭാവിയിൽ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നതിന് വഴിതെളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച CK ഗോവിന്ദൻ നായരെ നമുക്ക് കാണാൻ സാധിക്കും. CK ഗോവിന്ദൻ നായർ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയാണെന്ന് പിൽക്കാലത്തെ കേരള രാഷ്ട്രീയം തെളിയിച്ചിട്ടുണ്ട്. വർഗീയ ശക്തികളുമായും സാമുദായിക സംഘടനകളുമായും കോൺഗ്രസ് പുലർത്തേണ്ട ബന്ധം, ആ ബന്ധത്തിന് ഒരു ലക്ഷ്മണ രേഖ വേണം എന്നുള്ള CK ഗോവിന്ദൻ നായരുടെ പ്രസ്താവനയെ ഒരു KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ ഈ കോഴിക്കോട് വെച്ച് പൂർണ്ണമായി അംഗീകരിക്കുന്നു എന്ന് പറയുന്നത്. മുസ്ലിം ലീഗുകാർ വിശ്വസിച്ചിരിക്കുന്നത് ഈ UDF ഭയങ്കര മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ് എന്നും നിങ്ങളുടെ കൂടെ നിൽക്കുന്നുള്ളതാണ്. നിങ്ങൾക്ക് തെറ്റി എന്ന് പറയേണ്ടി വരും. എന്തിനാകാം സതീശൻ ഹാദാനി ഗ്രൂപ്പുമായിട്ടൊക്കെ ചർച്ച ചെയ്തത്, RSSന്റെ കാര്യാലയങ്ങളിൽ കയറിയിറങ്ങുന്നത്? ഇതാണ് ഞാൻ പറഞ്ഞത്. ഇനി KM ഷാജി പറഞ്ഞൊരു വാക്കുണ്ട്, ആ വാക്കിലൂടെ നിങ്ങളൊരു ദൃശ്യം കാണണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇസ്രായേലിനെ എതിർക്കും, അതിശക്തമായി എതിർക്കും. കാര്യം എന്ത്? കേരളത്തിൽ ഒരൊറ്റ ജൂതനും വോട്ട് ചെയ്യാനില്ല. പക്ഷെ വെള്ളാപ്പള്ളിനെ എതിർക്കൂല, കാരണം ഇവിടെ വോട്ട് പോയി പോകും. PC ജോർജിനെ എതിർക്കൂല, കാര്യം എന്ത്? ഇവിടെ വോട്ട് പോയി പോകും. ഈ സമീപനം ആർക്കും മനസ്സിലാവില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരു ചെലവുമില്ലാത്ത സദ്ദാം ഹുസൈന് പിന്തുണ കൊടുക്കും. ഇവിടുത്തെ മുസ്ലിങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ വന്നാൽ സംവരണം, മറ്റെന്തെങ്കിലും കാര്യം അത് നിൽക്കൂല. നിങ്ങൾ ഒരു മുടക്കുമില്ലാത്ത വൈകാരികതയെ അഡ്രസ് ചെയ്യാൻ തയ്യാറാണ്. ഇസ്രായേലിനെ നിങ്ങൾക്ക് ശക്തമായിട്ട് എതിർക്കാൻ, ജൂതന്മാരുടെ വോട്ടും കിട്ടാൻ പോണില്ല, ഇവിടെ ഒരു പ്രശ്നം കിട്ടാനില്ല, ഉള്ള വോട്ട് മുസ്ലിങ്ങൾക്കാണ്, അത് അടിച്ചു മാറ്റാൻ ഇത് പറ്റുമോ എന്ന് ആലോചിക്കാം. നിങ്ങൾ ആലോചിച്ചതോ? വെള്ളാപ്പള്ളിയുടെ പേരിലെ കേസൊക്കെ പോകട്ടെ, കേസൊന്നും നിങ്ങൾ എടുക്കണ്ട. നിങ്ങൾ നെഞ്ചത്തു കൈവച്ച് ആലോചിക്കുക. ഞങ്ങൾ കഴിഞ്ഞ ഒരു 5-10 മാസമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ വഴിവെട്ടുകയാണ്. ആർക്ക്? സംഘ് പരിവാറിൽ നിങ്ങൾ പറഞ്ഞതിന്റെ കുറെ കൂടെ ഒരു വെള്ളാപ്പള്ളി വെർഷനാണ് വെള്ളാപ്പള്ളി മലപ്പുറത്ത് വന്ന് പറഞ്ഞത്. നിങ്ങൾ എങ്ങനെയാ വെള്ളാപ്പള്ളി എതിർക്കുക? അതിൽ മോശമായ സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ വെട്ടിയ വടിയിലാണ് വെള്ളാപ്പള്ളി നടക്കുന്നത്. അതൊന്നും പ്രതികരണം ആവശ്യമില്ല, വെള്ളാപ്പള്ളി പറഞ്ഞതല്ലേ.
കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മുസ്ലിം വിരുദ്ധരാണ് എന്ന് വരുത്തി തീർക്കാം KM ഷാജിയെ പോലെയുള്ള ആളുകൾ കഷ്ടപ്പെടുമ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കേട്ടാ. കേരളത്തിൽ എന്നല്ല, ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിച്ചത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണെന്നുള്ളതാണ്. എന്തുകൊണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കുന്നില്ല? അധികാരം മോഹം മാത്രമാണ് UDF-നുള്ളത്. അതിന് തൊട്ടടുത്ത് നിൽക്കുന്നത് ആരാണെന്നും നോക്കില്ല, ചവിട്ടി അങ്ങ് താഴ്ത്തും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റാഫിയെ പോലെയുള്ള ആളുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? ആ യുവ നേതാക്കന്മാര് വളർന്ന് വലുതായി വരുന്നത് ഇഷ്ടമല്ലാതെ അവരുടെ തലയിൽ കൊട്ടുകൊടുത്ത് താഴ്ത്തിയിരുന്നത് നമ്മൾ കണ്ടതാണ്. അതാണ് അധികാരമോഹം തലക്ക് പിടിച്ച് മത്ത് പിടിച്ച് നടക്കുന്ന ഇവരുടെയൊക്കെ പ്രത്യേകത എന്നുള്ളതാണ്. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ അടിച്ചമർത്തപ്പെടുന്നുണ്ട്. അത് ചോദ്യം ചെയ്യുന്നതിൽ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. സംശയമുണ്ടെങ്കിൽ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഷയത്തിൽ എന്താണ് കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരെടുത്ത നിലപാടെന്നൊന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളതാണ്. അതൊന്നും കൂടാതെ ഗുജറാത്ത് കലാപം നടന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഗുജറാത്ത് കലാപത്തിൽ 2 പേരുടെ മുഖങ്ങൾ പ്രത്യക്ഷത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. RSSന്റെ കൊടിയേന്തിയ RSSന്റെ ക്രൂരമുഖവുമായിട്ടൊരു മനുഷ്യൻ, അതുകൂടാതെ ഭയന്ന് വിറച്ചുകൊണ്ടൊരു പാവപ്പെട്ട മനുഷ്യൻ കൈകൂപ്പി നിൽക്കുന്ന ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ 2 പേരെയും കേരളത്തിലേക്ക് കൊണ്ടുവന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. മുസ്ലിങ്ങളെ ചേർത്ത് വെച്ച കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. എന്നിട്ട് മുസ്ലിം ലീഗിനെ പോലെയുള്ള സംഘടനകൾ UDF-ന്റെ കാൽ കീഴിൽ കിടന്ന് ചവിട്ടി അരക്കപ്പെടുന്നത് ഇവിടെയുള്ള സാധാരണക്കാരായ വോട്ടർമാര് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. എന്തിനാ ഈ മനുഷ്യന്മാരെ പറ്റിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. VD സതീശന്റെ ആ ഒരു മൃദുത്വ സമീപനം അത് എത്രക്ക് ഭീകരമാണ് എന്ന് കാണിച്ചു തരാം. അടുത്തൊരു വീഡിയോ ഒന്ന് കാണാം. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഒരു BJPയുടെ ഐഡിയോളജി ഉള്ള ആളാണെന്ന് ഞാൻ കരുതുന്നില്ല. അത്രയും കഠിനാധ്വാനിയായിട്ടുള്ള ഒരാളാണ്. ചിലപ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. അതുപോലെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ആളെ കൂടെ പാർട്ടിയുണ്ട്, കോൺഗ്രസ് കൂടെ ഉണ്ട്. അതെനിക്കറിയില്ല. നമ്മള് ലീഡർഷിപ്പിൽ വന്നതിന് ശേഷം അദ്ദേഹത്തെ ഒട്ടും വേട്ടയാടിയിട്ടില്ല. അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ഞാൻ എന്റെ ഒരു പ്രിയപ്പെട്ട സഹോദരനെ പോലെയാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാതെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം മത്സരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയെന്നാണ് പറഞ്ഞത്. നിർബന്ധമായിട്ട് മത്സരിക്കണം, അദ്ദേഹം മത്സരിച്ച ജയിക്കും എന്ന് പറഞ്ഞ ആൾ ഞാനാണ്. ഒരു കാരണവശാലും മാറി നിൽക്കുന്നത്. ഈ വീഡിയോ എഡിറ്റഡ് ആണോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞു ആള്. അയാള് നല്ല മനുഷ്യനാണ് എന്നുള്ളത്, RSSന്റെ ഐഡിയോളജി ഉള്ള മനുഷ്യനല്ല എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? RSSന്റെ ഐഡിയോളജി ഇല്ലാത്ത ആളാണ് ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ അവിടെ ചേർന്ന് നിന്നിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ കൃത്യമായി PR വർക്ക് BJPക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഇത് കാലങ്ങളായി നമ്മൾ കാണുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ്. അധികാരം മതി, സമ്പത്ത് മതി. ഇദ്ദേഹത്തിനൊക്കെ എന്തായിരുന്നു ജോലി എന്ന് പോലും അറിയില്ല. കോടിക്കണക്കിന് രൂപയാണോ ബാങ്കിൽ കിടക്കുന്നത്? UDF പിരിച്ച ഒരു ഫണ്ട് ഉണ്ട്. അങ്ങ് വയനാട് ലാൻഡ് സ്ലൈഡ് നടന്ന സമയത്ത് കോടിക്കണക്കിന് രൂപയാണത്ര ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത്. ആ അക്കൗണ്ട് ഏതാണെന്നോ ആ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടെന്നോ അതിൽ നിന്ന് എത്ര ചെലവായോ എന്നോ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അധികാരത്തിലേറി 2-3 ആഴ്ചയായില്ലേ, എന്തുകൊണ്ട് മിണ്ടുന്നില്ല? ഇതാണ് ഞാൻ പറയുന്നത്. അപകടമാണ് ഈ സമീപനങ്ങൾ എന്നുള്ളത്. VD സതീശൻ പറയാണ് രാജീവ് ചന്ദ്രശേഖർ നല്ല മനുഷ്യനാണ്, അദ്ദേഹത്തിനെ ചേർത്ത് വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിനെ ഞങ്ങൾ വേട്ടയാടിയിട്ടില്ല എന്നുള്ളത്. പോക്കറ്റിൽ കയറ്റി അങ്ങനെ ഇരുത്ത് അണ്ണാൻകുഞ്ഞിനെ കൊണ്ടു നടക്കുന്ന പോലെ കൊണ്ടു നടക്ക്. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് എത്രയോ പാവങ്ങൾ അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ട്, ഇന്നും അടിച്ചമർത്തപ്പെടുന്നുണ്ട്. അതിൽ പാവപ്പെട്ട ഒരുപാട് ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിങ്ങളുണ്ട്, ദളിതരുണ്ട്. ഇവരൊക്കെ അടിച്ചമർത്തുന്ന ആ ഭരണകൂടത്തിനെ ചേർത്ത് വെക്കാൻ തോന്നുന്ന ആ മനോഭാവം ഉണ്ടല്ലോ, അത് അപകടമാണ് എന്നുള്ളതാണ്. ഇവിടെ സുഖിപ്പിച്ചു നിന്നാൽ അവിടെ നിന്നും ഫണ്ട് കിട്ടുമെന്നറിയാം. PM ശ്രീയിലേക്കൊക്കെ ഫണ്ട് അവർ റിലീസ് ചെയ്ത് തന്നു. അത് വെച്ച് കളിക്കാനാണ് ആൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ ബിസിനസ് നടത്താനല്ല താങ്കൾ അധികാരത്തിലേറ്റിട്ടുള്ളത്. അദ്ദേഹത്തിന് പല വാക്കുകളും കേട്ടാൽ അത് ചെയ്താൽ ലാഭമില്ല, ഇത് ചെയ്താൽ ലാഭമില്ല എന്നുള്ളതാണ്. കിഫ്ബി ചെയ്ത പദ്ധതികളിലൊക്കെ നഷ്ടമാണ് ഉണ്ടായത്, ലാഭമുണ്ടായില്ല എന്നാ പറയുന്നത്. എത്രയോ സ്കൂൾ കെട്ടിടങ്ങൾ, എത്രയോ പാലങ്ങൾ, എത്രയോ റോഡുകൾ, എത്രയോ വീടുകൾ, ഇതൊക്കെ വെച്ചു കൊടുത്ത കിഫ്ബി അത് ലാഭം കിട്ടാനുള്ളതല്ല, അത് നഷ്ടമുണ്ടാക്കാനുള്ളതാണ് എന്ന ഒരൊറ്റ ചിന്ത മാത്രമേ ആൾക്കുണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് ഉപകാരമുണ്ടായോ എന്ന് അദ്ദേഹം ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളതാണ്. എന്തായാലും വാക്കുകളൊക്കെ ആൾ തിരിച്ചെടുക്കാൻ തുടങ്ങി. കിഫ്ബി വേണം എന്നുള്ള രീതിയിലേക്കായി. പക്ഷെ ഇപ്പോഴും BJPക്ക് അടിയറവ് വെച്ചിരിക്കുകയാണ് VD സതീശന്റെ നാക്ക് എന്നുള്ളതാണ്. അവരെ നിയമസഭയിൽ വാനോളം പുകഴ്ത്തുന്നു, പുറത്തിറങ്ങിയാലും വാനോളം പുകഴ്ത്തുന്നു. അപകടമാണ്. ഏതെങ്കിലും ഒരു മുസൽമാന് നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയുമോ ഇന്ത്യ എന്ന മഹാരാജ്യം ഹിന്ദു രാജ്യമാക്കണം എന്ന് പറയുന്ന BJPയെ ചേർത്ത് വെച്ച ഈ നിലപാട് നല്ലതാണ് എന്നുള്ളത്? എനിക്കൊരിക്കലും പറയാൻ കഴിയില്ല. കാരണം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് പറയുക തന്നെ ചെയ്യും. VD സതീശന്റെ കാവിക്കളസം അഴിച്ചിടിക്കേണ്ടത് അതിവിടെയുള്ള മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരാണെന്നുള്ളതാണ്. നിങ്ങളും കുട പിടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ താഴെ ഇറക്കാൻ ഇവിടെയുള്ള ജനങ്ങളെ കൊണ്ട് കഴിയും.
പിണറായി വിജയൻ ചിരിക്കില്ല എന്നൊരൊറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിനെ താഴെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന വി.ഡി. സതീശനെ താഴെ ഇറക്കാൻ അധികം നാളൊന്നും വേണ്ടി വരില്ല. ജനങ്ങൾ ഇടപെടലുകൾ നടത്തുക തന്നെ ചെയ്യും. പറയാൻ എളുപ്പമാണ്, പ്രസംഗിക്കാൻ നമുക്ക് എളുപ്പമാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. മതേതരത്വം ഒരു വശത്ത് പറഞ്ഞുകൊണ്ട് മറ്റൊരു വശത്ത് വിദ്വേഷ പ്രസംഗം നടത്തുന്നവരെ നമ്മൾ പൊന്നാടയിട്ട് സ്വീകരിക്കരുത്. നമ്മൾ മതേതരത്തിനെതിരെ സംസാരിക്കുക, വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക, പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാടയിടുക. അങ്ങനെ ചെയ്യരുത്. നമ്മൾ കാറി കയറ്റിയാലൊന്നും കുഴപ്പമില്ല, പക്ഷെ കാറി കയറ്റുന്നവരെ നമ്മൾ സൂക്ഷിച്ചു വേണം. അവര് വിദ്വേഷം പ്രസംഗിക്കുന്നവരാകരുത് എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. അതിനെതിരായി ചെറുത്തു നിൽക്കാൻ, പ്രതിരോധം സൃഷ്ടിക്കാൻ ഒരു മനസ്സുണ്ടാകണം. ആ മനസ്സുള്ളത് ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാണെന്ന കാര്യത്തിൽ തർക്കവും വേണ്ട. ഇവിടെ വി.ഡി. സതീശൻ പറഞ്ഞില്ല കാറിൽ കയറ്റി ഇരുത്തുകയൊക്കെ ചെയ്യാന്നുള്ളത്. കാറിൽ കയറ്റി ഇരുത്തി എന്നൊരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് നിങ്ങൾ പിണറായി വിജയനെ തല്ലി തകർത്തില്ലേ? ആ സമയത്ത് ഞാനും സംസാരിച്ചിട്ടുണ്ട്. ഒരിക്കലും പിണറായി വിജയൻ അദ്ദേഹത്തിനെ പോലെയുള്ള ആളുകളുടെ കൂടെ കൂടരുത് എന്ന്. ഇമാതിരി ഊളത്തരം പറഞ്ഞ ആളുകളെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന അപകടമാണ് എന്ന് അത് കൃത്യമായി ജനങ്ങളും മനസ്സിലാക്കി എന്നുള്ളതാ. പക്ഷെ നിങ്ങളെ ഞങ്ങൾ എന്ത് പറയണം? അണ്ണാൻകുഞ്ഞിനെ പോക്കലിലിട്ട് നടക്കുന്നത് പോലെ BJP-ക്കാരെ നിങ്ങൾ പോക്കലിലിട്ട് നടക്കുക. നേരെ തിരിച്ച് അവര് പറയുന്നതൊക്കെ വാലാട്ടിക്കാട്ടി നിങ്ങൾ അനുസരിച്ചു കൊണ്ടിരിക്കുക. അപ്പൊ ജനങ്ങൾ ഇതൊന്നും കാണില്ല. കാണുന്നുണ്ട്. അടിമകളായ ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ നാട് നശിച്ചു കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് പരിശോധിക്കുക. അടിമക്കണ്ണ് മാറ്റിവെക്കുക. അതാ പറയാനുള്ളത്. പ്രധാനമന്ത്രിയുടെ വസതിയിൽ എത്തിയിട്ടുമുണ്ട്. ബിനുരാജാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ബിനുരാജ്, സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയാണ്. മുഖ്യമന്ത്രിയായ ശേഷമുള്ള വി.ഡി. സതീശന്റെ പ്രധാനമന്ത്രിയുമായുള്ള പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച. വിവരങ്ങൾ എങ്ങനെയാണ്? പ്രധാനമന്ത്രിയുടെ വസതിയിൽ, ലോ കല്യാൺ മാർഗിലുള്ള പ്രധാനമന്ത്രിയുടെ വസതിയിൽ വി.ഡി. സതീശൻ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടക്കും. 11:15 ആയിരിക്കും കൂടിക്കാഴ്ച എന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകിയിരിക്കുന്ന വിവരം. മുഖ്യമന്ത്രിയുടെ ഓഫീസും നൽകിയിരിക്കുന്ന സമയം 11:15 കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായിട്ട് മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. ഒരു തെറ്റുള്ള കാര്യമല്ല ആഭ്യന്തരമന്ത്രി കണ്ടത്. പക്ഷേ കൂടിക്കാഴ്ച എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? അമിത്ഷായുടെ വീട്ടിൽ. കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിമാരിൽ വീട്ടിൽ അമിത്ഷാ കണ്ട ഏക മുഖ്യമന്ത്രി ആരായിരുന്നു? പിണറായി വിജയൻ. വാട്ട് ഈസ് ദ അജണ്ട? എന്താണ് അജണ്ട? ഞങ്ങൾക്ക് അതാ ചോദിക്കാനുള്ളത്. നരേന്ദ്രമോദിയെ കാണുന്നു തിരിച്ചു വരുമ്പോഴത്തേന് 300 ചില്ലറ കോടി അങ്ങ് അക്കൗണ്ടിലേക്ക് വന്ന് വീഴുകയാണ്. അതായത് PM ശ്രീ ഫണ്ട് റിലീസ് ചെയ്തു. 1000 കോടിയുടെ മുകളിൽ കിട്ടാനുണ്ട്. അതിൽ 300 ചില്ലറ കോടി രൂപ ഇങ്ങ് റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ഡീലാ നടന്നിട്ടുള്ളത്? എന്തായിരിക്കും ആ അജണ്ട? അജണ്ടയൊക്കെ കറക്റ്റ് കലങ്ങി തെളിഞ്ഞിട്ടുണ്ട്. ഒന്ന് കണ്ടോ. ഞങ്ങൾക്ക് നഷ്ടമായതല്ല, 10 വർഷം കൊണ്ട് നഷ്ടമായതല്ല ഞങ്ങൾ തിരിച്ചു പിടിക്കും. അതിനുവേണ്ടിയാണ് ഞങ്ങൾ UDF-നെ അധികാരത്തിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ സമ്മർദ്ദ രാഷ്ട്രീയം പൊതുസമൂഹത്തിനാകെ നല്ലതല്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. അല്ലാതെ കോൺഗ്രസിന് ആര് നേതാവായാലും ഇവിടെ ആര് മുഖ്യമന്ത്രിയായാലും ഞങ്ങളെ സംബന്ധിച്ച് അതൊരു വിഷയമേ അല്ല. എങ്ങനെയുണ്ട്? നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ അതേ വാക്ക് തന്നെ ഇവിടെ കോൺഗ്രസ് ആണ് മുഖ്യമന്ത്രി എങ്കിൽ പോലും അത് ഞങ്ങളുടെ ആളാ. 10 വർഷം കൊണ്ട് ഞങ്ങൾ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കുന്ന പറഞ്ഞിട്ടുള്ളത്. ഇനിയും നിങ്ങൾ സത്യം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഈ വീഡിയോ കാണുന്ന ആളുകൾ പരമാവധി ഷെയർ ചെയ്യണം. കോൺഗ്രസ്സുകാരുടെ അടുത്ത് നിങ്ങൾ എത്തിക്കണം, കോൺഗ്രസിന്റെ അടുത്ത് നിങ്ങൾ എത്തിക്കണം, മുസ്ലിം ലീഗിന്റെ അടുത്ത് നിങ്ങൾ എത്തിക്കണം. ഞാനിവിടെ പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്ന് ആ വീടിന്റെ അടിയിൽ ഒരുപാട് UDF-കാർ വന്ന് കൈയടിക്കുന്നത് കണ്ടിട്ടുണ്ട്, ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ തിരിച്ച് ഞാൻ വി.ഡി. സതീശനെതിരെ വീഡിയോ ചെയ്യുമ്പോൾ അവരൊന്ന് തെറി വിളിക്കുന്നു. എനിക്കത് മനസ്സിലാവുന്നില്ല കേട്ടോ. നിങ്ങൾ എന്താ കരുതുന്നത്? ഭരിക്കുന്ന പാർട്ടിക്കെതിരെ മാത്രമാണല്ലോടാ നീ സംസാരിക്കുന്നതെന്നാ ചോദിക്കുന്നത് ചില ആളുകൾ. ഭരിക്കുന്ന ആളുകൾ തെമ്മാടിത്തരം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ജനാധിപത്യ രാജ്യമാണ്. പ്രതിപക്ഷത്തിരുന്ന് അവർ ചെയ്യുന്നതിനേക്കാൾ എത്രയോ വളരെ മുകളിലായിരിക്കുമല്ലോ ഭരണത്തിലിരുന്ന് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അത് ചൂണ്ടിക്കാണിക്കണം. അത് ഓരോ പൗരന്റെയും കടമയാണ്. അതേ പൗരന്മാരുടെ കടമയാണ് നിർവഹിക്കുന്നത് ഞാൻ എന്നുള്ളതാണ്. ഇനി നിങ്ങൾ കിടന്ന് തെറി വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്ക് അപകടം ഉണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം. പിണറായി വിജയന്റെ പല കാര്യങ്ങൾക്ക് എനിക്ക് വിയോജിപ്പുണ്ടായിരുന്നു, ഞാനത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സംശയമുണ്ടെന്നുണ്ടെങ്കിൽ ചാനലിൽ കയറി മുഴുവനായിട്ടൊന്ന് കയറി നോക്കൂ. എനിക്ക് 2 ചാനലുണ്ട്. റയർ റീൽസ് എന്നൊരു ചാനലുണ്ട്. ആ ഒരു ചാനലിൽ കയറി നോക്കിയ കുറെ സാധനങ്ങൾ കിട്ടും എന്നുള്ളതാണ്. അപ്പൊ പറഞ്ഞുകൊണ്ടേയിരിക്കും, ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. ഉത്തരം പറയാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. അത്രയേ ഉള്ളൂ. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.